എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്ന റെസിപ്പി ഇതളപ്പം എന്ന് പറഞ്ഞിട്ടുള്ള ആവിയിൽ വേവിക്കുന്ന ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഇത് വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ ആവിയിൽ വേവിക്കുന്നുണ്ട് തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ്. വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണുക. ഇതിനായിട്ട് വേണ്ടത് ഗീ റൈസാണ്. ഇത് പച്ചരിയിലും അതുപോലെ തന്നെ ബസ്മതി റൈസ് എല്ലാത്തിലും ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഈ ഗീ റൈസ് എടുക്കുമ്പോഴാണ് പെർഫെക്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റിൽ കിട്ടുക. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഗീ റൈസ് 2 മണിക്കൂർ കുതിർത്തിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്തു. 2 ടേബിൾ സ്പൂൺ ചോറും കൂടി ഇട്ട് കൊടുത്തു. ചോറിൻ്റെ അളവ് കൂടാനായിട്ട് പാടില്ല. ഇനി ഇത് അരക്കാനായിട്ട് വേണ്ടത് തേങ്ങാപ്പാലാണ്. കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് ഇപ്പോൾ അരച്ചെടുക്കാൻ പാകത്തിന് മാത്രം ഒഴിച്ചു കൊടുക്കുക. 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുക. അരച്ചെടുത്ത മാവ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് എത്രത്തോളം ലൂസാക്കി എടുക്കാൻ പറ്റുമോ അത്ര തന്നെ ലൂസാക്കി എടുക്കുക. 1.5 കപ്പ് തേങ്ങാപ്പാലാണ് ഞാൻ ടോട്ടലി എടുത്തിട്ടുള്ളത്. മാവ് അരക്കാൻ മാത്രമാണ് മിക്സിയിൽ ഒഴിച്ചു കൊടുത്തത്. ബാക്കിയുള്ളത് ഈ ഒരു ബൗളിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം മാവ് ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഈ കാണുന്ന രീതിയിൽ തന്നെ നല്ല പോലെ തന്നെ ലൂസാക്കി എടുക്കുക. അപ്പം വേവുന്നതിന് മുന്നേ തന്നെ തേങ്ങാപ്പാലിൻ്റെയും ഗീ റൈസിൻ്റെയും സ്മെല്ല് നന്നായിട്ട് തന്നെ ഉണ്ട്. ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഇതാ ഒരു സ്റ്റീൽ പാത്രം എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഈ ഒരു രീതിയിലുള്ള പാത്രം ഇല്ലെങ്കിൽ ടിഫിൻ ബോക്സ് ഒക്കെ ഉണ്ടാവില്ലേ, അതൊന്ന് എടുത്ത് ഗീ ഒന്ന് തേച്ച് കൊടുക്കുക. ഇനി ഇതാ ഒരു ആവിപ്പാത്രം എടുത്തിട്ട് അതിലേക്ക് പ്ലേറ്റ് ഒന്ന് ഇറക്കി വെക്കുക. പ്ലേറ്റും കൂടി ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മുടെ മാവ് കോരി ഒഴിക്കാം. ചെറിയ തവി ആയതുകൊണ്ട് തന്നെ ഞാനിതാ 2 തവിയിൽ കോരി ഒഴിച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്കിത് വെന്ത് കിട്ടും. മുഴുവനായിട്ടും വേവുന്നത് വെയിറ്റ് ചെയ്യുന്നില്ലെങ്കിൽ കുറച്ച് വേവായി കഴിഞ്ഞാൽ നമുക്കിത് എണ്ണ മേലെ ഇതിലേക്ക് ഒന്നുകൂടി നെയ്യ് തേച്ച് കൊടുക്കാനായിട്ടുണ്ട്. ആ ഒരു പാകത്തിന് വെന്ത് കിട്ടിയാൽ മതി. ഞാൻ ഇതാ ഒന്നും കൂടി നെയ്യ് മുഴുവനായിട്ടൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും അതേ അളവിൽ തന്നെ മാവ് കോരി ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് വീണ്ടും വേവുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്തു. അതുപോലെ തന്നെ മാവ് തീരുന്നത് വരെ ഈ ഒരു കാര്യം തന്നെയാണ് ചെയ്യേണ്ടത്. മാവ് കോരി ഒഴിച്ച് വെന്ത് കഴിഞ്ഞാൽ ഗീ തടവി കൊടുക്കുക, വീണ്ടും ഒഴിക്കുക, അങ്ങനെ ഫോളോ ചെയ്യാം. എല്ലാം തന്നെ ഈ അരച്ച് വെച്ച 1 കപ്പ് അരിയില്ലേ, ആ 1 കപ്പ് അരിയും ഞാൻ ഈ ഒരു പ്ലേറ്റിൽ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. മാവ് കോരി ഒഴിച്ചതിന് ശേഷം വേവാനായിട്ട് എല്ലാ മാവും കോരി ഒഴിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് വേവാനായിട്ട് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം ഇതാ തണുത്തതിന് ശേഷം ഞാൻ ഒരു കത്തി വെച്ച് അടർത്തിയെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതാ ഒരു തവി വെച്ച് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തു. കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം തന്നെയാണ്. ഇത് ഞാൻ ഒരു കത്തി വെച്ച് ഇതാ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഓരോ ഇതളായിട്ട് അടർത്തി മാറ്റി നോക്കുക. വളരെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അപ്പം തന്നെയാണിത്. നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയോ ഡിന്നറായോ ഇത് ഉണ്ടാക്കിയെടുക്കാം. ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ ഫുള്ളായിട്ടുണ്ട്. ഇനി അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.